സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമുക്കറിയാം, കഷ്ടിച്ച് ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്തേണ്ട സമയം. ഓർക്കുക, ഒരു മിനിറ്റെങ്കിലും സ്വന്തമായി ഒന്ന് ചിന്തിക്കുക. ആ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് മാത്രം: എത്ര സ്ത്രീകൾ വിധവകളായി, എത്ര പേർ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ചു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏത് സമയത്തും എത്തിയാൽ ലഭ്യമാക്കുന്ന ഒരു പ്രധാന വസ്തുവായി മദ്യം മാറിക്കഴിഞ്ഞു. എവിടെ ചെന്നാലും മയക്കുമരുന്നുകൾ സുലഭമായി. ഓർക്കുന്നുണ്ടായിരിക്കും ഒരു നവീൻ ബാബു. അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്താണോ അത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണോ ഇന്നും വ്യക്തതയല്ല. അതിനുവേണ്ടി ഏതോ ഒരു അന്വേഷണ സംഘത്തെ തട്ടിക്കൂട്ടി അവരുടെ സത്യസന്ധത തെളിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇന്നും നീതിപീഠങ്ങൾ തേടി അലയുന്നു. ഓർത്തു കാണും മറ്റൊരു ദുരന്ത കഥ. ഒരു സാജൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നും നാട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്ന ഒരു കൺവെൻഷൻ സെൻറ്റർ അവസാനം അദ്ദേഹവും തൂക്കുകയർ ജീവിതം അവസാനിപ്പിച്ചു. ഏറ്റവും വലിയ ക്രൂരത, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിഹിത ബന്ധത്തിൽ പെട്ടത് കാരണമാണ് സാജൻ മരിച്ചെന്ന് വരുത്തി തീർത്ത ആ പ്രതിഭകൾ ഇപ്പോഴും ജനവിധി തേടാൻ മനുഷ്യൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആഭാസത്തരമായി ഈ സാഹചര്യം നാം കാണേണ്ടി വരുന്നു. ഇവർക്ക് MLA സ്ഥാനം നൽകുന്ന ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇനിയെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന സമൂഹത്തെ കൊലയ്ക്ക് കൊടുക്കാതിരിക്കുക, മയക്കുമരുന്നിന് അടിമകളാക്കാതിരിക്കുക, മദ്യത്തിന് അടിമകളാക്കാതിരിക്കുക. അത് നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നാടുനീള വികൃത മുഖങ്ങൾ വച്ച് കോടികൾ മുടക്കി നാട്യ ഫ്ലെക്സിൽ വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു മോശമായ ഒരു അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഇനി ചെയ്യരുത്. നമ്മുടെ വോട്ട് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കാപാലികന്മാർ നമ്മെ ഭരിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർക്കുന്നു, നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആർക്ക് ചെയ്യണമെന്ന് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ഒരിക്കലും ഒരു തെറ്റിലേക്ക് കടക്കരുത്. നാം കുഴിച്ച കുഴിയിൽ നാം തന്നെ 10 വർഷം വീണു. ആ 10 വർഷം നാം ചെയ്തതിൻ്റെ തെറ്റുകൾ നാം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ. പല പൊള്ള വാഗ്ദാനങ്ങളും കാണിച്ച് വീണ്ടും ഞങ്ങളില്ലാതെ ആരുണ്ട് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി കോടിക്കണക്കിന് ആൾക്കാരെ വശീകരിക്കാനുള്ള വശീകരണ തന്ത്രം മെനയുന്ന PR ടീമിൻ്റെ ആ നടപടികളിലും ആ മോഹവാഗ്ദാനങ്ങളിലും നാം പെട്ടുപോകരുത്. അരാജകത്വവും മോഷണവും പിടിച്ചുപറിയും കൊലയും കൊള്ളിവയ്പ്പും ഒക്കെ നടത്തി എക്സ്പീരിയൻസ് ഉള്ളവരെയാണോ നാം അധികാരത്തിൽ വരുത്തേണ്ടതെന്ന് നാം ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടൊരു ഘടകമാണ്.
ഇനിയെങ്കിലും ആ തെറ്റിലേക്ക് നാം പെട്ടുപോകരുത്. ഓർക്കുക, ഈ വോട്ടവകാശവുമായി നാം ആ ബൂത്തിൽ ചെല്ലുമ്പോൾ ഈ കഥാപാത്രങ്ങളെ എല്ലാം ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, തെറ്റുകൾ ഇനി നമ്മിൽ നിന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇത് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.